ഹായ്, നമ്മൾ അടുത്ത തിയറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾ ബേസസ് ഫോർ എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ഹാവ് ദി സെയിം നമ്പർ ഓഫ് വെക്റ്റേഴ്സ്. അതായത് നമ്മളൊരു ഫൈനൈറ്റ് ഡയമെൻഷൻ വെക്റ്റർ സ്പേസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിലെ എല്ലാ ബേസിസിനും സെയിം നമ്പർ ഓഫ് വെക്റ്റേഴ്സ് ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതും എന്താണ്, ബേസിസിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വേറെ 2 പ്രോപ്പർട്ടീസ് തിയറം ബേസിസിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ തേർഡ് പ്രോപ്പർട്ടിയാണ് ഓൾ ബേസിസ് ഫോർ എ ഫൈനൈറ്റ് ഡയമെൻഷൻ വെക്റ്റർ സ്പേസ്. ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസിൻ്റെ എല്ലാ ബേസിസിലും സെയിം നമ്പർ ഓഫ് വെക്റ്റേഴ്സ് ആയിരിക്കും. ദെൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിൻ്റെ പ്രൂഫ്. ലെറ്റ് വി ബി എ ഫൈനൈറ്റ് ഡയമെൻഷൻ വെക്റ്റർ സ്പേസ് ആൻഡ് ദി സബ്സെറ്റ് എസ് ഓഫ് വി വിത്ത് n എലമെൻറ്റ്സ് ബി എ ബേസിസ് ഫോർ വി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം വി എന്ന് പറഞ്ഞൊരു ഫൈനൈറ്റ് ഡയമെൻഷൻ വെക്റ്റർ സ്പേസ് ആണെന്ന് എടുത്തു. അതിൻ്റെ സബ്സെറ്റായിട്ട് എസ് എടുത്തു. അതിൽ n എലമെൻറ്റ്സ് ആണുള്ളത്. അത് എന്താണ്, വിയുടെ ബേസിസ് ആണ്. എസ് എന്ന് പറയുന്നത് വിയുടെ ബേസിസ് ആണെങ്കിൽ എന്തായിരിക്കും, എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. പിന്നെ സ്പാൻ എസ് ഈക്വൽ ടു വി ആയിരിക്കും. ബേസിസ് വെച്ചിട്ടുള്ള തിയറത്തിനെ പ്രൂവ് ചെയ്യാൻ നമുക്ക് ആദ്യം എന്താ വേണ്ടത്, ആ ബേസിസിൻ്റെ ഡെഫിനേഷൻ ജസ്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, സ്പാൻ എസ് ഈക്വൽ ടു വി ആണ്. ലെറ്റ് ബി ബി എനി അതർ ബേസിസ് ഫോർ ബി. നമ്മൾ എന്ത് എടുക്കുക, ക്യാപിറ്റൽ ലെറ്റർ ബി എന്ന് പറഞ്ഞത് വേറൊരു ബേസിസ് ആണെന്ന് എടുക്കാം. ഓക്കെ, ബി എന്ന് പറഞ്ഞത് വേറൊരു ബേസിസ് ആണ് വിത്ത് എം എലമെൻറ്റ്സ്. എസ് എന്ന് പറഞ്ഞത് വേറൊരു ബേസിസ്, അതിന് n എലമെൻറ്റ്സും. ബി എന്ന് പറഞ്ഞൊരു വേറൊരു ബേസിസ്, അതിൽ എത്ര എലമെൻറ്റ്സ് ആണ്, m എലമെൻറ്റ്സ്. അപ്പോൾ ബി ഒരു ബേസിസ് ആണെങ്കിൽ എന്താണ്, ബി എന്ന് പറഞ്ഞതും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, സ്പാൻ ബി ഈക്വൽ ടു വി ആണ്. എസ് എന്താണ്, ലീനിയർ ഇൻഡിപെൻഡൻ്റ് ആണ്, സ്പാൻ എസ് ഈക്വൽ ടു വി ആണ്. സിൻസ് എസ് ഇസ് എ ബേസിസ് ഫോർ വി ആൻഡ് ബി ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് വി, ബൈ ദി പ്രീവിയസ് തിയറം ദി നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ബി കനോട്ട് ബി ഗ്രേറ്റർ ദാൻ ദി നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എസ്. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ തിയറത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്പർ ഓഫ് n വെക്റ്റേഴ്സാണ് ഇപ്പോൾ എസ്സിലുള്ളത്. ബിയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്, m. അപ്പോൾ ഈ എമ്മിനേക്കാളും ചെറുതോ അല്ലെങ്കിൽ m ഗ്രേറ്റർ ദാൻ n ആയിട്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ബിയും എസ്സും എന്താണ്, ബേസിസ് ആണ്. സോ ബിയും എസ്സും എന്താണ്, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആകുമ്പോഴാണ് m ഗ്രേറ്റർ ദാൻ n എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വരിക. അതായത് ബി എന്ന് പറഞ്ഞൊരു ബേസിസ് എടുത്തു, എസ് എന്ന് പറഞ്ഞൊരു ബേസിസ് എടുത്തു. എസ്സിൽ നമ്മൾ n എലമെൻറ്റ്സ് ഉണ്ട്, ബിയിൽ m എലമെൻറ്റ്സ് ഉണ്ട്. ഈ ഒരു ബേസിസിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണം മറ്റേ ബേസിസിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണത്തിനേക്കാളും കൂടുതലാണെങ്കിൽ അവ തമ്മിൽ എന്തായിരിക്കും, ബിയും എസ്സും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അതാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ തിയറത്തിൽ പറഞ്ഞത്. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താ വെച്ചാൽ, നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ബി എന്ന് പറഞ്ഞൊരു ബേസിസും എസ് എന്ന് പറഞ്ഞൊരു ബേസിസ്, ബിയിൽ m എലമെൻറ്റ്സ് ഉണ്ട്, എസ്സിൽ n എലമെൻറ്റ്സ് ഉണ്ട്. ഈ എസ്സും ബിയും തമ്മിൽ എന്താണ്, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എന്താണ്, m എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആയിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ തിയറത്തിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പറയും. സിൻസ് എസ് ഇസ് എ ബേസിസ് ഫോർ വി, ബി ഇസ് എ സബ്സെറ്റ് ഓഫ് വി സച്ച് ദാറ്റ് സ്പാൻ ബി ഈക്വൽ ടു വി ആൻഡ് സ്പാൻ എസ് ഈക്വൽ ടു വി ആണ്. ബൈ പ്രീവിയസ് തിയറം, കഴിഞ്ഞ തിയറത്തിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, സ്പാൻ എസ് എന്ന് പറഞ്ഞൊരു ബേസിസ്, ബി എന്ന് പറഞ്ഞൊരു ബേസിസ്, എസ്സിൽ n എലമെൻറ്റ്സ് ഉണ്ട്, ബിയിൽ m എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ n എലമെൻറ്റ്സിനേക്കാളും ചെറിയ ഇതാണെങ്കിൽ, n എലമെൻറ്റ്സിനേക്കാളും ചെറുതാണ് m എങ്കിൽ നമുക്ക് എന്ത് പറയാം, സ്പാനിങ് ചെയ്യില്ല എന്നാണ് നമ്മൾ കഴിഞ്ഞ തിയറത്തിൽ പറഞ്ഞത്. സ്പാനിങ് ചെയ്യില്ല, n-നേക്കാളും ചെറുതാണ് m എങ്കിൽ, n ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ആണെങ്കിൽ, n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു m ആണെങ്കിൽ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇല്ല, n ഗ്രേറ്റർ ദാൻ m ആണെങ്കിൽ, അതായത് ഈ m-നേക്കാളും ചെറുതാണ് n എങ്കിൽ അവിടെ എന്ത് വരില്ല, സ്പാനിങ് ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. സ്പാൻ ബി ഈക്വൽ ടു വി വരില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ ബി എന്ന് പറഞ്ഞൊരു ബേസിസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. സോ സ്പാൻ ബി ഈക്വൽ ടു വി ആയിരിക്കും. സ്പാൻ ബി ഈക്വൽ ടു വി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, എസ്സിലെ എലമെൻറ്റ്സിനേക്കാളും വലുതായിരിക്കും എന്ത്, എസ്സിലെ എലമെൻറ്റ്സിനേക്കാളും വലുതായിരിക്കും ബിയിലെ എലമെൻറ്റ്സ് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടി, m ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ആവുമ്പോൾ സ്പാൻ ബി ഈക്വൽ ടു വി എന്ന് വരും. m ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വരും. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് എഴുതാം, m ഈക്വൽ ടു n. അതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. എല്ലാ ബേസിസ് ഫൈനൈറ്റ് ഡയമെൻഷൻ വെക്റ്റർ സ്പേസിലെ ബേസിസുകളുടെയും എണ്ണം, വെക്റ്റേഴ്സിൻ്റെ എണ്ണം സെയിം ആണ്, അല്ലെങ്കിൽ സെയിം വെക്റ്റേഴ്സ് ആണെന്നാണ്. അപ്പം നമ്മൾ ബി എന്ന് പറഞ്ഞ ഒരു വെക്റ്റർ എടുത്തു, എസ് എന്ന് പറഞ്ഞൊരു വേറൊരു വെക്റ്റർ എടുത്തു, ബി എന്ന് പറഞ്ഞൊരു വെക്റ്റർ എടുത്തു m എലമെൻറ്റ്സ് ആയിട്ട്, എസ് എന്ന് പറഞ്ഞൊരു വെക്റ്റർ എടുത്തു n എലമെൻ്റ് ആയിട്ട്. ദെൻ നമ്മൾ കഴിഞ്ഞ തിയറത്തിൽ പറഞ്ഞിട്ടുണ്ട് n എലമെൻറ്റ്സിനേക്കാളും വലുതാണ്
ബി എങ്കിൽ അവിടെ എന്ത് ചെയ്യില്ല, സ്പാൻ അല്ല, ലീനിയർലി എന്നിനേക്കാളും എൻ എസ്സിലെ എലമെൻസിനേക്കാളും കൂടുതൽ എലമെൻസ് ഉള്ള വേറൊരു ബേസിസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ബിയിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇത് രണ്ടും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, ലീനിയർലി ഡിപ്പെൻഡൻ്റ്, ആ ഒരു ഫസ്റ്റ് തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് പറ്റും, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവ രണ്ടും ബേസിസ് ആണെങ്കിൽ. സോ നമുക്ക് എന്ത് കിട്ടി, m < n ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്തത് പറഞ്ഞത്, അതാണ് ഫസ്റ്റ് എ പറഞ്ഞ തിയറം പറഞ്ഞത്. അടുത്ത് നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാൽ, ബിയിലെ എലമെൻ്റ് ഉണ്ട്, ബിയിലെ എലമെൻറ്റ്സ് എം ആണ്, എസ്സിലെ എലമെൻറ്റ്സ് n ആണ്. നമ്മളിത് രണ്ടും ബേസിസ് ആണെന്നുള്ളതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, സ്പാൻ ബി v ആണെന്നും അതേപോലെ സ്പാൻ എസ് v ആണെന്നും നമുക്ക് അറിയാം. ഓക്കെ, അപ്പോൾ ബിയിലെ m എലമെൻറ്റ്സ് ആണുള്ളത്. ഈ m എലമെൻറ്റ്സിനേക്കാളും ഈ എസ്സിലുള്ള എലമെൻറ്റ്സിനേക്കാളും ചെറുതാണ് ഈ എമ്മിലുള്ള എലമെൻ്റ് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇവിടെ വേറൊരു സ്പാനിങ് സെറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് നമുക്ക് പറയാം. ഓക്കെ, എന്നിനേക്കാളും ചെറുതാണ് എം എങ്കിൽ നമുക്കിവിടെ ഒരു സ്പാനിങ് സെറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് പറയാൻ പറ്റും. പക്ഷെ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, സ്പാൻ ബി v ആണെന്ന് നമുക്ക് അറിയാം. സോ നമുക്ക് ഇവിടുന്ന് എന്ത് കിട്ടി, m > n എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് m < n ആണെന്നും ഇവിടുന്ന് m > n ആണെന്നും, അപ്പോൾ രണ്ടും കൂടി നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം, m = n ആണെന്ന് കൺക്ലൂഡ് ചെയ്യാം. അതായത് എസ്സിലെ എലമെൻസിൻ്റെ എണ്ണവും എസ്സിലെ എലമെൻസും അതേപോലെ ബിയിലെ എലമെൻസും എന്താണ്, സെയിം ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് ആണെങ്കിൽ അതിലെ എല്ലാ ബേസിസിലെയും എലമെൻറ്റ്സ് സെയിം ആയിരിക്കും എന്നാണ് ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതാണ് മൂന്നാമത്തെ പ്രോപ്പർട്ടി പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ കോർഡിനേറ്റ്സ് ഓഫ് എ വെക്റ്റർ റിലേറ്റീവ് ടു എ ബേസിസ് എന്ന് പറഞ്ഞൊരു പുതിയ കൺസെപ്റ്റാണ്. അതായത് ബേസിസിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, കോർഡിനേറ്റ്സ് ഓഫ് എ വെക്റ്റർ റിലേറ്റീവ് ടു എ ബേസിസ്. Let V be a finite dimensional vector space and S = v1, v2, etc. vn be a basis for V. Then every element of V can be expressed in a unique way as a linear combination of elements of v1, v2, etc. vn. Let V be a vector in V and V = c1 v1 plus c2 v2 plus etc. plus cn vn. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, V എന്ന് പറഞ്ഞൊരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്റ്റർ സ്പേസ് എടുത്തു. എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ v1, v2, etc. vn ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു തിയറം, അതായത് ബേസിസിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ വിയിലുള്ള എല്ലാ എലമെൻസിനെയും എസ്സിലുള്ള എലമെൻറ്റ്സ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂണീക്കായിട്ട് ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാനേ പറ്റുള്ളൂ. ഒരു യൂണീക്ക് ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ എസ്സിലുള്ള എലമെൻറ്റ്സ് പറഞ്ഞാൽ v1, v2, etc. vn ആണ്. അപ്പോൾ ആ തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം, v എന്ന് പറഞ്ഞത് ക്യാപിറ്റൽ ലെറ്റർ വിയിലെ എലമെൻ്റ് ആണെങ്കിൽ v = c1 v1 plus c2 v2 plus etc. plus cn vn നമുക്ക് എഴുതാം. ഓക്കെ, ദെൻ c1 c2 etc. cn ഒക്കെ സ്കേലാസ് ആണ്. അത് v ഇൻ ടേംസ് ഓഫ് ദി ബേസിസ് എസ് എന്ന് പറഞ്ഞൊരു ബേസിസ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് വിൻ്റെ ടേംസിൽ എഴുതാം. ദെൻ സ്കേലാർ c1 c2 etc. cn ആർ കോൾഡ് കോർഡിനേറ്റ്സ് ഓഫ് v റിലേറ്റീവ് ടു ദി ബേസിസ് എസ്. അപ്പോൾ എസ് ഒരു ബേസിസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യാപിറ്റൽ ലെറ്റർ വിയിലെ ഒരു എലമെൻ്റ് ആണ് എന്ത്, സ്മോൾ ലെറ്റർ വി എന്ന് പറഞ്ഞത്. ഓക്കെ, സ്മോൾ ലെറ്റർ വി എന്ന് പറഞ്ഞത് ക്യാപിറ്റൽ ലെറ്റർ വിയിലെ ഒരു എലമെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ തിയറം പഠിച്ചിട്ടുണ്ട്, ഈ വിയിലെ എല്ലാ എലമെൻസിനെയും എസ്സിലെ എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് യുണീക്കായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നു, ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റുന്നു. സോ നമ്മൾ അങ്ങനെ എഴുതി. ഇതിൽ ഈ c1 c2 etc. cnനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, കോർഡിനേറ്റ്സ് ഓഫ് എ വി റിലേറ്റീവ് ടു ദി ബേസിസ് എസ്. എസ് ഒരു ബേസിസ് ആണെങ്കിൽ ഇതിൽ ഈ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതുന്നതിൽ ആ സ്കേലാസിനെയാണ് നമ്മൾ എന്ത് പറയുക, കോർഡിനേറ്റ്സ് എന്ന് പറയാം, കോർഡിനേറ്റ്സ് ഓഫ് വി. പിന്നെ ഏത് ബേസിസ്, the vector c1 c2 etc. cn in Rn constructed from these coordinates is called coordinate vector of V related to S and is denoted by vs = c1 c2 etc. cn. അതായത് c1 c2 etc. cn നമ്മൾ ഓർഡേർഡ് n ടപ്പിൾസ് ആക്കിയിട്ട് എഴുതാണ്. n ടപ്പിൾസ് ആക്കി എഴുതുകയാണെങ്കിൽ c1 c2 etc. cn. അതിന് നമ്മൾ എന്ത് പറയും, കോർഡിനേറ്റ് വെക്റ്റർ ഓഫ് V റിലേറ്റീവ് ടു S എന്ന് പറയും. ഓക്കെ, നമുക്ക് പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദി കോർഡിനേറ്റ് വെക്റ്റർ ഫോർ ദി പോളിനോമിയൽ p of x = an x raised to n plus an minus 1 x raised to n minus 1 plus etc. plus a1x plus a0 related to the standard basis for the vector space Pn. അപ്പോൾ നമുക്ക് ആദ്യം എന്തറിയണം, എന്താണ് ഒരു പോളിനോമിയലിൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ് എന്ന് അറിയണം. നമ്മൾ ബേസിസ് പറഞ്ഞോടത്ത് അവിടെ കുറേ എക്സാമ്പിൾസ് നമ്മൾ നോക്കിയിരുന്നു. അവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് ബേസിസ് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു പോളിനോമിയലിൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു പോളിനോമിയലിൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ് 1,
എക്സ്, അതായത് ഇപ്പോൾ പോളിനോമിയൽ എഴുതാം പി ഓഫ് എക്സ് ഈക്വൽ ടു എ നോട്ട് എക്സ് റേസ് ടു എൻ പ്ലസ് എ വൺ എക്സ് റേസ് ടു എൻ മൈനസ് വൺ പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ മൈനസ് വൺ എക്സ് പ്ലസ് എ എൻ ആയിരിക്കും. ഓക്കെ, തിരിച്ച് നമുക്ക് എഴുതാം. അങ്ങനെയാണ് നമ്മൾ എന്ത് എഴുതുക, പോളിനോമിയലിനെ എഴുതുക. ഈ പോളിനോമിയലിൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോൾ ഒരു എസ് ആയിട്ട് എടുത്തു. എസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ബേസിസ് 1x എക്സ് സ്ക്വയർ എക്സെട്ര എക്സ് റേസ് ടു എൻ മൈനസ് 1 എക്സ് റേസ് ടു എൻ ആണ് എന്ത്, ഒരു പോളിനോമിയലിൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദി ഗിവൺ വെക്റ്റർ പി ക്യാൻ ബി റിട്ടൺ ആസ്, നമുക്ക് എന്ത് എഴുതണം, ഈ പി എന്ന് പറയുന്നതാണ് എന്ത്, നമ്മുടെ വെക്റ്റർ സ്പേസ് ആയിട്ടുള്ള വി. അപ്പോൾ ഈ പിയിലുള്ള ഓരോന്നിനെയും നമുക്ക് എന്ത് എഴുതാൻ പറ്റണം, അതിലെ എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റണം. അപ്പോൾ പി ഓഫ് എക്സ് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, എ നോട്ട് പ്ലസ്, അതായത് ഈ എഴുതിയതിനെ നമ്മൾ തിരിച്ചെഴുതി എ നോട്ട് പ്ലസ് എ വൺ എക്സ് പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ മൈനസ് വൺ എക്സ് റേസ് ടു എൻ മൈനസ് വൺ പ്ലസ് എ എൻ എക്സ് റേസ് ടു എൻ എഴുതി. ഹെൻസ് അങ്ങനെയാണെങ്കിൽ കോർഡിനേറ്റ് വെക്റ്റേഴ്സ് എന്താ വരിക, എ നോട്ട് എ വൺ എക്സെട്ര എ എൻ മൈനസ് വൺ എ എൻ ആണ് അതിൻ്റെ കോർഡിനേറ്റ്സ് വരിക. ഓക്കെ, അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യുക ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ പി ആണ് വെക്റ്റർ സ്പേസ് വിത്ത് ബേസിസ് എസ്. ഓക്കെ, ഈക്വൽ ടു എ നോട്ട് എ വൺ എ ടു എക്സെട്ര എ എൻ വരും. അപ്പോൾ അടുത്ത എക്സാമ്പിളാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫൈൻഡ് ദി കോർഡിനേറ്റ് വെക്റ്റർ ഫോർ ദി മെട്രിക്സ് എ ഈക്വൽ ടു എ ബി സി ഡി റിലേറ്റഡ് ടു ദി സ്റ്റാൻഡേർഡ് ബേസിസ് ഫോർ ദി വെക്റ്റർ സ്പേസ് M22 ആണ് പറയുന്നത്. സോ നമുക്ക് തന്നിട്ടുള്ളത് എ ബി സി ഡി എന്ന് പറഞ്ഞ മെട്രിക്സ് ആണ്. എ ബി സി ഡി. ദെൻ എ ബി സി ഡി എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ ബേസിസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമുക്ക് എ ആണ് ഫസ്റ്റ് കിട്ടേണ്ടത്. സോ എ ഇൻറ്റു 1 0 0 0 പ്ലസ് ബി ഇൻറ്റു 0 1 0 0 പ്ലസ് സി ഇൻറ്റു 0 0 1 0 പ്ലസ് ഡി ഇൻറ്റു 0 0 0 1. ഇങ്ങനെയാണ് നമുക്ക് വരിക. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് മെട്രിക്സ് വരിക. അപ്പോൾ ഇതിൽ സ്റ്റാൻഡേർഡ് ബേസിസ് പറഞ്ഞാൽ 1 0 0 0 0 1 0 0 0 0 1 0 ആൻഡ് 0 0 1 ആണ് വരിക. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ബേസിസ് നമ്മൾ കോമട്ടിട്ട് എഴുതി. ദി ഗിവൺ മെട്രിക്സ്, നമുക്ക് തന്നിട്ടുള്ള മെട്രിക്സ് നമുക്ക് എങ്ങനെ എഴുതാം, എ ഇൻറ്റു 1 0 0 0 പ്ലസ് ബി ഇൻറ്റു 0 1 0 0 പ്ലസ് സി ഇൻറ്റു 0 0 1 0 പ്ലസ് ഡി ഇൻറ്റു 0 0 1. അപ്പോൾ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റാൻഡേർഡ് ബേസിസ് നമ്മൾ എന്താണോ എഴുതിയിരിക്കുന്നത് ഇതാണ് സ്റ്റാൻഡേർഡ് ബേസിസ്. അതിപ്പോൾ നമ്മൾ എസ് ഈക്വൽ ടു V1 V2 എക്സെട്ര വി എൻ ആണ് സ്റ്റാൻഡേർഡ് ബേസിസ് എങ്കിൽ അതിൻ്റെ ലീനിയർ കോമ്പിനേഷനാക്കി എ V1 പ്ലസ് ബി V2 പ്ലസ് എക്സെട്ര പ്ലസ് എൻ വി എൻ അങ്ങനെ എഴുതുകയാണെങ്കിൽ ഇതിൽ എ ബി എക്സെട്ര എൻ ആണ് എന്ത് വരുന്നത്, കോർഡിനേറ്റ് വെക്റ്റേഴ്സ് ആക്കി വരുന്നത്. അപ്പോൾ ഇവിടെ എ റിലേറ്റീവ് ടു എസ് എങ്ങനെയാണെങ്കിൽ നമ്മുടെ കോർഡിനേറ്റ് വെക്റ്റർ എന്താ വരിക, എ എസ് ഈക്വൽ ടു എ ബി സി ഡി. സ്കേലാർസിനെയാണ് നമ്മൾ എന്ത് പറയുക, കോർഡിനേറ്റ് വെക്റ്റേഴ്സ് എന്ന് പറയാം. അതിന് ഓർഡർ ട്രിപ്പിൾ ഇതിവിടെ 4 പാർട്ടാണ് വരുന്നത്. Then next, find the coordinate vector of x square plus 2x minus 1 with respect to the basis b equal to x plus 1, x square plus x minus 1, x square minus x plus 1 of P2. നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് നേരിട്ട് എന്ത് തന്നിട്ടുണ്ട്, ബേസിസ് നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 1ൻ്റെയാണ് കോർഡിനേറ്റർ കാണാൻ പറയാം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 1 നമുക്ക് എന്ത് എഴുതാം, ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതണം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2x മൈനസ് 1 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ദെൻ ആൽഫ ഇൻറ്റു എക്സ് പ്ലസ് 1 പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 1 സെക്കൻഡ് ടേം അതല്ലേ, ആൻഡ് പ്ലസ് ഗാമ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1 എഴുതി. ഓക്കെ, അങ്ങനെ നമ്മൾ എഴുതി. ദെൻ ഇതിനൊന്ന് റീ അറേഞ്ച് ചെയ്തത് എക്സ് സ്ക്വയർ ഉള്ളത് ബീറ്റയിലും ഗാമയിലാണ്. സോ ബീറ്റ പ്ലസ് ഗാമ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ഗാമ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ മൈനസ് ബീറ്റ പ്ലസ് ഗാമ. ദെൻ ഇക്വേറ്റിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് ലൈക്ക് പവേഴ്സ് ഓഫ് എക്സ് ഓൺ ബോത്ത് സൈഡ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്. നമ്മൾ എന്ത് ചെയ്യുക, ബീറ്റ പ്ലസ് ഗാമ ഈക്വൽ ടു 1. ദെൻ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 2 ആണ്. സോ ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ഗാമ ഈക്വൽ ടു 2. ദെൻ ആൽഫ മൈനസ് ബീറ്റ പ്ലസ് ഗാമ ഈക്വൽ ടു -1. അതിൻ്റെ കോഎഫിഷ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇക്വേറ്റ് ചെയ്യാം. നമുക്ക് 3 ഇക്വേഷൻ കിട്ടി. സബ്സ്ട്രാക്റ്റിംഗ് ഇക്വേഷൻ 3 from 2 വി ഗെറ്റ്, അതായത് 3ൽ നിന്ന് 2നെ ഇക്വേറ്റ് ചെയ്യും. 3 ജസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. 3ൽ നിന്ന് 2നെ ഇക്വേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. സോ ആൽഫ മൈനസ് ബീറ്റ പ്ലസ് ഗാമ, ആൽഫ മൈനസ് ബീറ്റ പ്ലസ് ഗാമ ഈക്വൽ ടു -1 and alpha plus beta minus gamma. Sorry.
alpha, second equation, third equation, alpha plus beta minus gamma equal to 2 minus alpha minus beta plus gamma equal to minus 1. ഇതിന് മൈനസ് ചെയ്ത് നമുക്ക് എന്ത് വരും? 2 minus minus 1, so 3. Then minus gamma, so minus 2 gamma. And beta minus beta, so 2 beta. 2 beta minus 2 gamma equal to 3. Alpha minus alpha cancel. So 2 beta minus 2 gamma equal to 3 നമുക്ക് വന്നു. അതിന് നമ്മൾ എന്ത് കൊടുക്കാം? ഫോർത്ത് ഇക്വേഷൻ കൊടുക്കാം. ഓക്കെ. Then multiplying equation 1 by 2 and adding to 4. ഇക്വേഷൻ 1ൻ്റെ കൂടെ നമ്മൾ 2 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ 1 ഏതാ? ഇക്വേഷൻ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീറ്റ പ്ലസ് ഗാമ ഈക്വൽ ടു 1, അതിൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യുക. സോ നമുക്ക് എന്ത് വരും? ബീറ്റ പ്ലസ് ഗാമ ഈക്വൽ ടു 1 അല്ലേ? ബീറ്റ പ്ലസ് ഗാമ ഈക്വൽ ടു 1ൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് വരും? 2 ബീറ്റ പ്ലസ് 2 ഗാമ ഈക്വൽ ടു 2 എന്ന് വരും. 2 മൊത്തമായിട്ട് നമ്മൾ പ്ലസ് ചെയ്തു. ഓക്കെ. ദെൻ എന്താ പറഞ്ഞത്? ബൈ 2 ആൻഡ് ആഡിങ് ടു 4. ഫോർത്ത് ഇക്വേഷൻ ഏതാ? ഇതാണ് ഫോർത്ത് ഇക്വേഷൻ. അതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ. സോ നമ്മൾ ജസ്റ്റ് പ്ലസ് 2 ബീറ്റ മൈനസ് 2 ഗാമ ഈക്വൽ ടു 3 എന്ന് വരും. സോ 2 പ്ലസ് 3 ഈക്വൽ ടു 5. 2 ഗാമ പ്ലസ് മൈനസ് 2 ഗാമ, 2 ഗാമയും ക്യാൻസൽ ചെയ്തു. 2 ബീറ്റ പ്ലസ് 2 ബീറ്റ പറയുമ്പോൾ 4 ബീറ്റ ഈക്വൽ ടു 5. ദെൻ ബീറ്റ ഈക്വൽ ടു നമുക്ക് എന്ത് വരും? 5/4 എന്ന് വരും. ഓക്കെ. ബീറ്റ ഈക്വൽ ടു 5/4. ഇനി ഈ ബീറ്റ ഈക്വൽ ടു 5/4 നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഗാമയുടെ വാല്യൂ കിട്ടും. ഈ ബീറ്റയുടെയും ഗാമയുടെയും വാല്യൂ 2ലോ 3ലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ആൽഫയുടെ വാല്യൂം കിട്ടും. അങ്ങനെ നമ്മൾ ആൽഫയുടെ വാല്യൂം കണ്ടെത്തി. ആൽഫയുടെ വാല്യൂ എന്ത് വന്നു? ബീറ്റയുടെ വാല്യൂ കിട്ടിയത് -1/4 കിട്ടി. ബീറ്റയുടെ വാല്യൂ 5/4, ഗാമയുടെ വാല്യൂ -1/4, ആൽഫയുടെ വാല്യൂ 1/2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് x² + 2x - 1 അതിനാണ് നമ്മൾ ഈ ഒരു രൂപത്തിൽ എഴുതിയത്. അപ്പോൾ ഇതിൽ ആൽഫയുടെയും ബീറ്റയുടെയും ഗാമയുടെ വാല്യൂ കിട്ടി. ഇപ്പോൾ ഈ ആൽഫയുടെ സ്ഥലത്ത് നമ്മൾ എന്ത് കൊടുക്കുക? നമുക്കിപ്പോൾ കിട്ടിയ 1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഇതെന്തായിട്ട് മാറും? ഈ ഒരു ഇക്വേഷനിൽ ആൽഫയുടെ സ്ഥലത്ത് ഞാൻ ജസ്റ്റ് ഈ ഇക്വേഷൻ നിങ്ങൾക്ക് എഴുതി തരാം കേട്ടോ. ഇവിടെ എഴുതാം. x² + 2x - 1 x² + 2x - 1 ഈക്വൽ ടു ആൽഫ ഇൻറ്റു എന്താ? ആൽഫ ഇൻറ്റു എക്സ് പ്ലസ് 1, ആൽഫ ഇൻറ്റു എക്സ് പ്ലസ് 1 പ്ലസ് ബീറ്റ ഇൻറ്റു എന്താ? ബീറ്റ x² + x - 1 x² + x - 1 പ്ലസ് ഗാമ ഇൻറ്റു x² - x + 1 x² - x + 1. ഇനിയിപ്പോൾ നമുക്ക് ആൽഫയുടെയും ബീറ്റയുടെയും ഗാമയുടെയും വാല്യൂ നമുക്ക് കിട്ടി. ഓക്കെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ആൽഫയുടെ സ്ഥലത്തും ബീറ്റയുടെ സ്ഥലത്തും ഗാമയുടെ സ്ഥലത്തും എന്ത് ചെയ്യുക? വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ആൽഫയുടെയും ബീറ്റയുടെയും ഗാമയുടെയും വാല്യൂ കിട്ടി. ആൽഫയുടെ വാല്യൂ എന്താ? 1/2. അപ്പോൾ നമ്മളത് ഇവിടെ കൊടുക്കുക. ആൽഫയുടെ വാല്യൂ 1/2 × x + 1. ബീറ്റയുടെ വാല്യൂ എന്താ? 5/4. സോ 5/4 × x² + x - 1 ആൻഡ് ഗാമയുടെ വാല്യൂ എന്താ? -1/4. ദെൻ ഇവിടുത്തെ പ്ലസ് മാറിയിട്ട് മൈനസ് ആവും. ഇവിടുത്തെ പ്ലസ് മാറുക, എന്നിട്ട് -1/4 × x² - x + 1 വന്നു. ഓക്കെ. അപ്പോൾ ആൽഫയുടെയും ബീറ്റയുടെയും ഗാമയുടെയും വാല്യൂ കിട്ടി നമുക്ക്. അപ്പോൾ എന്താ നമ്മുടെ കോർഡിനേറ്റ് വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2, 5/4, -1/4. ഓക്കെ. അപ്പോൾ ഇതാണ് അതിൻ്റെ കോർഡിനേറ്റ് വെക്റ്റേഴ്സ്. Then find the coordinate vector of the vector v equal to 3, 4, 5 with respect to the ordered basis 1, 0, 1, 1, 1, 0, 0, 1, 1 of R3. Also find the vector u in R3 whose coordinate vector related to b is ub. Then നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് v എന്ന് പറഞ്ഞാൽ എന്ത് തന്നിട്ടുണ്ട്? 3, 4, 5 ആണെന്ന് തന്നിട്ടുണ്ട്. അത് വെക്റ്റർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ബേസിസും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഇവിടെ C1 ആണ് കൊടുത്തിരിക്കുന്നത്. കുഴപ്പമില്ല. ആൽഫ 1 ആൽഫ ബീറ്റ ഗാമ എന്ത് വേണമെങ്കിൽ കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ C1 × 101 പ്ലസ് C2 × 110 പ്ലസ് നമ്മുടെ ബേസിസ് ഇവിടെ തന്നിട്ടുണ്ട്. പ്ലസ് C3 × 011. നമ്മൾ എന്ത് ചെയ്യുക? C1ൻ്റെയും C2ൻ്റെയും C3യുടെയും വാല്യൂ കണ്ടെത്തുക. അതാണ് എന്ത് നമുക്ക് വരിക? വെക്റ്റേഴ്സ് ആയിട്ട് വരിക. ജസ്റ്റ് നമ്മൾ ഈക്വേഷൻ C1, 0, C1 പ്ലസ് C2,
C2, 0 പ്ലസ് C3 0, C3, C3 എന്ന് വരും. ദെൻ നമ്മൾ എന്ത് ചെയ്തു? C1 പ്ലസ് C2. ഫസ്റ്റ് കോർഡിനേറ്റേഴ്സ് ഇവിടെ C1 പ്ലസ് C2, ഇവിടെ C3 0 ആണ്. അടുത്തത് C2 0 ആണ്, സോറി C1 0 ആണ്. സോ C2 പ്ലസ് C3. അടുത്തത് C1 പ്ലസ് C3 ഈക്വൽ ടു 3, 4, 5 എന്ന് വരും. ഇനി C1 പ്ലസ് C2 ഈക്വൽ ടു 3 ഫസ്റ്റ് കോർഡിനേറ്റ്, ആൻഡ് C2 പ്ലസ് C3 ഈക്വൽ ടു 4, ആൻഡ് C3 പ്ലസ് C4 ഈക്വൽ ടു 5. ഇനി ഇക്വേഷനൊക്കെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് C1ൻ്റെയും C2ൻ്റെയും C3യുടെയും വാല്യൂ കിട്ടും. ഓക്കെ, അതാണ് നമ്മളുടെ എന്ത് വരുന്നത്? BB. ഈ വെക്ടറിൻ്റെ V ഈക്വൽ ടു 3, 4, 5 എന്ന് പറഞ്ഞാൽ വെക്ടറിൻ്റെ കോർഡിനേറ്റേഴ്സ് വിത്ത് റെസ്പെക്ട് ടു ദി ബേസിസ് B ഈക്വൽ ടു 1, 0, 1, 1, 1, 0, 0, 1, 1. ഓക്കെ, ഈ ഒരു ബേസിസിനെ റെസ്പെക്ട് ചെയ്തിട്ടുള്ള ഈ വെക്ടറിൻ്റെ കോർഡിനേറ്റ് വെക്ടർ നമുക്ക് എന്ത് കിട്ടി? 2, 1, 3 എന്ന് കിട്ടി. 2, 1, 3. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് വെക്ടർ തന്നിട്ടുണ്ടാവും, അതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു കോർഡിനേറ്റ് വെക്ടർ കണ്ടെത്തുന്നത്. അപ്പോൾ നമുക്ക് ബേസിസും തന്നിട്ടുണ്ടാവും. ജസ്റ്റ് ഒരു എക്സോ വൈയോ സെഡോ അല്ലെങ്കിൽ ആൽഫ ബീറ്റ ഗാമ അല്ലെങ്കിൽ C1, C2, C3 വെച്ചിട്ട് നമ്മൾ ആ ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് കോർഡിനേറ്റേഴ്സ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? UB ഈക്വൽ ടു -1, 3 ആണ് തന്നിട്ടുണ്ട്. അതായത് U എന്ന് പറഞ്ഞാൽ ഇൻ R3 ഒരു വെക്ടറാണ് U എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെക്ടറിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള എന്ത് തന്നിട്ടുണ്ട്? കോർഡിനേറ്റ് വെക്ടർ തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് എന്താ കാണാൻ പറഞ്ഞത്? ഈ വെക്ടർ ഏതാണെന്നാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വെക്ടർ ഏതാണെന്നാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ബേസിസ് തന്നെയാണ് 1, 0, 1, 1, 1, 0 ആൻഡ് 0, 1, 1 തന്നെയാണ്. നമുക്ക് എന്തും തന്നിട്ടുണ്ട്? കോർഡിനേറ്റ് വെക്ടറും തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞത് വെക്ടർ കണ്ടെത്താനാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ നോക്കാം. UB ഈക്വൽ ടു -1, 3, 2 എന്ന് തന്നിട്ടുണ്ട്. ദെൻ ഡെഫിനിഷൻ ഓഫ് UB ഒബ്റ്റെയിൻ നമുക്ക് എന്താ പറയാം? -1 ഇൻറ്റു 1, 0, 1. ഈ ജസ്റ്റ് ഈ -1 ഇൻറ്റു 1, 0, 1 അങ്ങനെയല്ലേ വരിക. അതായത് UB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ U എന്ന് പറഞ്ഞ വെക്ടർ, B എന്ന് പറഞ്ഞ ബേസിസ്, അപ്പോൾ U എന്ന് പറഞ്ഞ കോർഡിനേറ്റ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സ്കേലാസിൻ്റെ, അതായത് C1, C2, C3ൻ്റെ വാല്യൂ ആണ്. അപ്പോൾ C1 ഇൻറ്റു സ്റ്റാൻഡേർഡ് ബേസിസ്. സോ C1 ഇൻറ്റു 1, 0, 1 പ്ലസ് C2 പറഞ്ഞ ഇവിടെ 3 ഇൻറ്റു 1, 1, 0 പ്ലസ് 2 ഇൻറ്റു നമുക്കിപ്പോൾ ജസ്റ്റ് നമുക്ക് ക്ലിയർ ആയിട്ടുണ്ടാവില്ല എന്ന് വെച്ച് പറയുകയാണ്. നമുക്കിപ്പോൾ ഇവിടെ UB എന്ന് പറഞ്ഞൊരു കോർഡിനേറ്റ് വെക്ടർ തന്നു. ഓക്കെ, കോർഡിനേറ്റ് വെക്ടർ നമുക്ക് തന്നിരിക്കുന്നത് x1 വേണ്ട B1 കോർഡിനേറ്റ് വെക്ടർ ആകുമ്പോൾ C1, C2, C3 ആണ് നമ്മളോട് തന്നിരിക്കുന്നത്. B എന്ന് പറഞ്ഞ ബേസിസും നമുക്ക് തന്നിട്ടുണ്ട്. ബേസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെ തന്ന പോലെ 1, 0, 0, 0, 1, 0 ആൻഡ് 1, 0, 0, 1 ആണ് നമുക്ക് തന്നിട്ടുള്ളത് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടെത്തേണ്ടത് U എന്ന് പറഞ്ഞ ഈ വെക്ടർ ഏതാണെന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ അത് കണ്ടെത്താനുള്ള മെത്തേഡ് എന്താ വെച്ചാൽ UB നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എഴുതിയെടുക്കാം. C1, C2, C3. ഓക്കെ, അപ്പോൾ C1 ഇൻറ്റു സ്റ്റാൻഡേർഡ്, ഇതിൻ്റെ ഡെഫിനേഷൻ വെച്ച് നമുക്ക് എന്ത് എഴുതാം? C1 ഇൻറ്റു B എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബ്രാക്കറ്റിൻ്റെ പുറത്താണ് കേട്ടോ ഉള്ളത്. ഈ B ഇവിടെ ഇല്ല. ഈ B എന്ന് പറഞ്ഞത് ഇവിടെയാണ് വരിക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? C1 ഇൻറ്റു സ്റ്റാൻഡേർഡ് ബേസിസ് ഏതാ? 1, 0, 0. ഈ 1, 0, 0 എന്ന് പറഞ്ഞാൽ ബേസിസ് ആണ്. പ്ലസ് C2 ഇൻറ്റു 0, 0, 1 പ്ലസ് C3 ഇൻറ്റു 0, 1, 0 ആൻഡ് C3 ഇൻറ്റു 0, 0, 1. ഓക്കെ, ഇനി ഇതൊക്കെ കൂടി ആഡ് ചെയ്യുക. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? C1 പ്ലസ് C2 പ്ലസ് C3 എന്ന് വരും. ഓക്കെ, അതാണ് നമ്മുടെ വെക്ടർ വരിക. നമ്മളതിനെ കോർഡിനേറ്റ്സ് ആക്കി എഴുതാണ്. അപ്പോൾ അതേപോലെ നിങ്ങൾ നോക്കുക, ഇവിടെ -1 പറഞ്ഞാൽ C1 ആണ്. -1 ഇൻറ്റു സ്റ്റാൻഡേർഡ് 1, 0, 1 പ്ലസ് 3 ഇൻറ്റു 1, 1, 0. C2ൻ്റെ വാല്യൂസ് 2 ഇൻറ്റു 0, 0, 1. ദെൻ നമ്മൾ എന്ത് ചെയ്തു? ഇതൊക്കെ കൂടിയിട്ട് ഇൻറ്റു ചെയ്തിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? -1 പ്ലസ് 3 പ്ലസ് 0. സോ -1 പ്ലസ് 3 പറഞ്ഞാൽ 2 ആൻഡ് 0 പ്ലസ് 3 പ്ലസ് 2 സോ 5 ആൻഡ് -1 പ്ലസ് 0 പ്ലസ് 2 സോ 1 വരും. അപ്പോൾ ഇതാണ് നമ്മളുടെ എന്ത് വരുന്നത്? വെക്ടർ വരുന്നത്. വെക്ടർ ഏതാണെന്നാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞത്. ഈ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞത് ബേസിസ് കണ്ടെത്താൻ, കോർഡിനേറ്റ്സ് കണ്ടെത്താൻ. കോർഡിനേറ്റ്സ് പറഞ്ഞാൽ നമുക്ക് വെക്ടറും തരും, അതേപോലെ എന്ത് തരും? ബിയും തരും. എന്നിട്ട് നമ്മളോട് എന്താ കണ്ടെത്താൻ പറഞ്ഞത്? കോർഡിനേറ്റ് വെക്ടറാണ് കണ്ടെത്താൻ പറഞ്ഞത്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് നമുക്ക് കോർഡിനേറ്റ് വെക്ടറും തന്നു, പിന്നെ എന്ത് തന്നു? ബേസിസും തന്നു. എന്നിട്ട് നമ്മളോട് എന്താ കണ്ടെത്താൻ പറഞ്ഞത്? വെക്ടറാണ് കണ്ടെത്താൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിലുള്ള പ്രോബ്ലംസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ് ആ രണ്ട് പ്രോബ്ലം. അപ്പോൾ ആർക്ക് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം കേട്ടോ. ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ പ്രോബ്ലം ചെയ്യാം. താങ്ക് യു.